യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. നല്ല എട്ടിന്റെ മണി കിട്ടിയിട്ടുള്ളത്. തൊപ്പി ലഹരി സൂക്ഷിച്ചു, അവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് ബോധ്യമായല്ലോ. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? പോക്കിരിത്തരത്തിന് അതിരിലിടൂ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. കുഴപ്പമായി തോന്നുന്നത് നമുക്ക് കേൾക്കാനോ കാണാനോ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ആ ഗ്യാങ്ങിന്റെ തലവൻ തന്നെ പച്ചക്ക് വിളിച്ചു പറയുമ്പോൾ, ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതെന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണിത്? എന്തൊരവസ്ഥയാണ്? എന്തൊരു ഭീകരമായ ഒരു സിറ്റുവേഷൻ. എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. MRZ ഗ്യാങ്ങിലെ എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മസ്റ്റ് ആക്ഷൻ. കേരള പോലീസ് മസ്റ്റ് ആക്ഷൻ എടുക്കുക. പിടിച്ചു കൊണ്ടുപോയി അകത്തിടണം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.